ടി ജി വീണ വിജയൻ്റെ കേസ് ഇപ്പോൾ കൂടുതൽ മുറുകയാണ്. പക്ഷേ എന്ന് വെച്ച് പറയുന്നുണ്ട് ഇതൊരു അങ്ങനെ ഒരു കാര്യമായിട്ടുള്ള കേസായിട്ടൊന്നും വരുന്നില്ല. ഇതിങ്ങനെ അന്വേഷണം നടക്കുന്നു, ഇ ഡി അന്വേഷണം നടക്കുന്നു, കുറേ കമ്പനികളൊക്കെ കണ്ടുപിടിക്കുന്നു. കൂടുതൽ ഓരോ ദിവസം കഴിയും തോറും റിയാസിന് നേരെയൊക്കെ അന്വേഷണം വരുന്ന രീതിയിൽ വരുന്നു. ഇതൊരു പ്രതികാര നടപടിയാണെന്നൊക്കെയാണ് പറയുന്നത്. രാഷ്ട്രീയമായി നേരിടും, നിയമപരമായി നേരിടും. പ്രതികാര നടപടിയാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അതേസമയം ഈ പിണറായി വിജയൻ്റെ വീട്ടിൽ അന്ന് ഇ ഡി ചെന്നപ്പോഴുണ്ടല്ലോ, അവരെ ആക്രമിച്ചത് ഒരു മോശം കാര്യമായിപ്പോയി. അത് ചെയ്യരുതായിരുന്നു CPM. അതിൽ പ്രതികാരം ഒന്നുമില്ലെങ്കിലും വാശിയുണ്ടാകുമല്ലോ ആളുകൾക്ക്. ഇ ഡിയിലെ ഉദ്യോഗസ്ഥൻ ഞങ്ങളുടെ കാർഡ് വെച്ച് ഞങ്ങളെ ആക്രമിച്ചോ, അന്നൊന്നും സ്പീഡപ്പ് ചെയ്തത്. ഇതൊരു സ്വാഭാവികമായ തോന്നലാണ് ഓഫീസർമാർക്ക്. അതുവരെ നോർമൽ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരുന്ന കാര്യങ്ങൾ എന്നാൽ പിന്നെ നിന്നെ കാണിച്ചു തരാം. ഇപ്പോൾ ഇ ഡി ഇറക്കിയ ആ പത്രക്കുറിപ്പും ദീർഘമായൊരു പത്രക്കുറിപ്പ്, അണ്ടർ നോർമൽ സർക്കംസ്റ്റൻസ് ഇ ഡി അത് ചെയ്യില്ല. ഇ ഡിയെ ആ പത്രക്കുറിപ്പ് ഇറക്കാൻ പ്രേരിപ്പിച്ചത് ഇവരുടെ ഈ പ്രവൃത്തിയാണ് എന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യില്ല. ഇനി ഇ ഡി നിർവികാരമായിട്ട് കേസിൻ്റെ സ്റ്റാറ്റസ് ജനങ്ങൾ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണെങ്കിൽ അതിനകത്ത് പിണറായി വിജയൻ്റെ പേര് വരികയുമില്ല. ആ പത്രക്കുറിപ്പിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു, വീണ തൈക്കണ്ടിയിൽ ബ്രാക്കറ്റിൽ ഡോട്ടർ ഓഫ് ഫോർമർ ചീഫ് മിനിസ്റ്റർ ശ്രീ പിണറായി വിജയൻ. ഇത് എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല, അങ്ങനെ എഴുതാറില്ല. സാധാരണ എഴുതാറില്ല. ഇനി ആൾക്കാർ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചാൽ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു, വീണ്ടും ഒന്നും അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. ദാറ്റ് ഷോസ് ദേ ആർ ഇറിറ്റേറ്റഡ് എന്ന് കാണിക്കുന്ന ലൈനാണ്. ഐ എം നോട്ട് വീണ ഇത് നിരപരാധിയാണ്, റിയാസ് നിരപരാധനാണ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇ ഡിയുടെ ആ റിയാക്ഷനിൽ നമുക്ക് ശ്രദ്ധാപൂർവം വായിച്ചാൽ മനസ്സിലാവും അവർക്കൊരു ദേഷ്യം വന്നിട്ടുണ്ട്. ദേഷ്യം വന്നു എന്ന് വിചാരിച്ചിട്ട് അത് ഇല്ലീഗലാവണമെന്നൊന്നുമില്ല. ദേഷ്യത്തിലും അല്ലാതെയും ഒക്കെ പോലീസുകാർ സംസാരിക്കാറുണ്ട് അല്ലേ. പോലീസുകാരൻ ഇവിടെ വാ എന്ന് പറയുന്നതും ഇങ്ങോട്ട് വാടാ എന്ന് പറയുന്നതും രണ്ടും വിളിയാണ്. മറ്റേയാൾക്ക് ദേഷ്യമുണ്ട്, ഇയാൾക്ക് ദേഷ്യമില്ല. അപ്പോൾ ദേഷ്യപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് അർത്ഥം ഒന്നും മാറുന്നൊന്നുമില്ല. ബട്ട് ദേഷ്യമുണ്ട് എന്നുള്ളത് ഫാക്റ്റായിട്ട് മാറുന്നു. ഇതുവരെ ഇതിൻ്റെ പ്രോഗ്രസ് കണ്ടാൽ ഐ എം നോട്ട് ഹാപ്പി. ഞാനിതിൽ PMLA ആക്റ്റിലൊരു വിദഗ്ധനൊന്നുമല്ല. ഇതിങ്ങനെ ഡ്രാഗ് ചെയ്ത് പോകുന്നത് എന്തുകൊണ്ടാണ്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. വീണ ബ്രാക്കറ്റിൽ ഡോട്ടർ ഓഫ് സോ ആൻഡ് സോ എന്ന് എഴുതണമെങ്കിൽ ഈ സോ ആൻഡ് സോയെ നിങ്ങൾ ചോദ്യം ചെയ്തോ? ചോദ്യമൊന്നും ചെയ്യണ്ട, വെറുതെ ഒരു ലോഹ്യം. ചേട്ടന് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ? മകളാണല്ലോ. പുള്ളി പറഞ്ഞു എനിക്കറിയില്ല, എൻ്റെ മകളാണ്, അവളെന്തോ ബിസിനസ് ചെയ്ത് എന്ത് ചെയ്തു എനിക്കറിയില്ല. ഇത്രയെങ്കിലും ചെയ്യണ്ടേ? അതെന്താ ചെയ്യാത്തത്? ഇതിനു മുമ്പ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, അതിൽ പ്രകടമായിട്ട് നോക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഈ ശിവശങ്കരൻ. ആ ശിവശങ്കരൻ അവിടെ ഇരുന്നുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുഖ്യമന്ത്രി അറിയില്ല എന്ന് പുറത്ത് മുഖ്യമന്ത്രി പറയുന്നു. ഇ ഡി ചോദിക്കേണ്ടതല്ലേ, കസ്റ്റംസുകാർ ചോദിക്കേണ്ടതല്ലേ, സാറിന് എന്തെങ്കിലും അറിയാമോ? ഈ വാസ് യുവർ സെക്രട്ടേറിയറ്റിൽ നിന്നാണ് ഇദ്ദേഹം ഈ ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ സാറിന് എന്തെങ്കിലും അറിയാമോ? പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ഡെലിക്കസിയുണ്ട്, പ്രശ്നമുണ്ട്, പുള്ളി മുഖ്യമന്ത്രിയാണ്, നിങ്ങൾക്ക് ചോദ്യം എഴുതി കൊടുക്കാം. ഇതിനു മുമ്പ് ഒറീസ മുഖ്യമന്ത്രി നന്ദിനി സത്പതി, അവരെ ചോദ്യം ചെയ്യാൻ അവർ സമ്മതിച്ചില്ല. ആ ഫൈറ്റ് അവർ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി പറഞ്ഞു ചോദ്യങ്ങൾ അവർക്ക് എഴുതി കൊടുക്ക്, അവരെഴുതി മറുപടി തരും. ആ പ്രസിഡൻസ് വെച്ചാണ് പിന്നീട് ജയലളിത അവരുടെ ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ് കേസ് വന്നപ്പോൾ അവർ ഹാജരാവില്ല, ചോദ്യം ചെയ്യാൻ ഹാജരാവില്ല. ചീഫ് മിനിസ്റ്ററാണ്. 500 ചോദ്യങ്ങൾ ജയലളിതയ്ക്ക് കൊടുത്തു എഴുതി. 500നും ജയലളിത മറുപടി കൊടുത്തു. എന്നാൽ ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ഹാജരാകുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അങ്ങേരുടെ പേരാണ് നരേന്ദ്രമോദി. പുള്ളി പോയി ഹാജരായി. CBIക്കാർ വന്നു, ഗുജറാത്ത്, പുള്ളി CBIയുടെ മുമ്പിൽ ഹാജരായി.
അത് കഴിഞ്ഞ് ഇവരുടെ സുപ്രീം കോടതിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആർ.കെ. രാഘവൻ എന്തോ രാഘവൻ്റെ, അതിനു മുമ്പിലും പുള്ളി ഹാജരായി. പുള്ളി ഈ നാടകത്തിനൊന്നും പോയില്ല. അത് ഓരോരുത്തരുടെ ക്യാരക്ടറാണ്. മറ്റവർ രണ്ടുപേരും അവരുടെ മസിൽ ഫ്ലെക്സ് ചെയ്യാന്ന്. പിണറായി വിജയനും ഇവിടെ ഈ ഒരു മസിൽ ഫ്ലെക്സിങ് കാണിച്ചത് മോശമായിപ്പോയി. ഇറങ്ങി വന്നിട്ട് പിന്നെ അവരെ അഭിവാദ്യം ഇങ്ങനെ കൈ ചുരുട്ടി കാണിക്കും. വാട്ട് ഫോർ? അതൊക്കെ ആ ഡ്രാമ വിൽ പുട്ട് യു ഇൻ മോർ ഡിഫിക്കൽട്ടി. അത് വെച്ച് കള്ളക്കേസ് ഉണ്ടാകുന്നല്ല, യു ഇറിറ്റേറ്റ് ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി. ദാറ്റ് ഷുഡ് ഡോണ്ട് ബി ഡൺ. അതൊരു സിവിലൈസ്ഡ് ബിഹേവിയർ അല്ല. ത്രെട്ടനിങ് പീപ്പിൾ, ഷോയിങ് യുവർ ഫിസ്റ്റ്, ഞാൻ ശക്തനാണെന്ന് കാണിക്കുക. നിങ്ങൾ ശക്തനാണല്ലോ, പിന്നെ കാണിക്കാൻ പോകുന്നത് എന്തിനാ? അതല്ലേ, ശക്തനാവും തോറും നിങ്ങൾക്ക് വിനയം കൂടണം, എങ്കിലേ ആ ശക്തിക്കൊരു ഗ്രേസ് ഉണ്ടാവുള്ളൂ. മറ്റേത് ചുമ്മാ കാട്ടുപോത്തിൻ്റെ ശക്തിയാണ്, എങ്ങോട്ടും തിരികെ മറിയൊക്കെ ചെയ്യും. അപ്പോൾ ആ അവസ്ഥയാണ്. ബട്ട് ഇപ്പോഴും ഞാൻ ഈ ബഹളമൊക്കെ മുഹമ്മദ് റിയാസിൻ്റെ പേരൊക്കെ വരുമ്പോൾ പോലും ഐ ഹാവ് സീരിയസ് ഡൗട്ട്സ് ആൻഡ് കംപ്ലയിൻറ്റ്സ് അഗൻസ്റ്റ് ഇ ഡി. ഇ ഡിയുടെ കേരളത്തിലെ മേജർ ഓപ്പറേഷൻസ് ഒക്കെ ഇങ്ങനെ ഒടിഞ്ഞും ചതഞ്ഞും അടികൊണ്ട പാമ്പിനെ പോലെ പതുക്കെ അഴിഞ്ഞും ഒക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കരുവന്നൂരിൻ്റെ കേസ് എന്തായി? എത്ര അന്വേഷിക്കണം? ഇതൊക്കെ ഓപ്പൺ ഷട്ട് കേസാണ് എൻ്റെ ദൃഷ്ടിയിൽ. പക്ഷേ അത് മുന്നോട്ട് പോയിട്ടില്ല. ആദ്യം കുറച്ച് പേർക്ക് പൈസ കൊടുത്തു എന്നറിഞ്ഞു, പിന്നെ എന്താരും നോക്കാനും ചോദിക്കാനുമില്ല, അതങ്ങനെ കിടക്കുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അതങ്ങനെ കിടക്കുന്നു. അതിൽ പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല. ബട്ട് ആ ഒരു സാറ്റിസ്ഫാക്ടറി പ്രോഗ്രസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ലതാനും. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഇത് വീണയുടെ ഇത് വരുന്നത്.